ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 30. ഏട്ടൻ്റെ ഭാര്യയോട് ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടുണ്ടായിനിയാ? സാരല്ല, ഇനി ശബ്ദം ഉയർത്താൻ തോന്നുമ്പോൾ ഈ അടി ഓർമ്മിച്ചാൽ മതി കേട്ടോ. അവൾ പറഞ്ഞതും വർദ്ധിച്ച ദേഷ്യത്തോടെ യാദവ് അവളെ നോക്കി. ഈ സംസാരം മുന്നോട്ട് പോയാൽ കൂടുതൽ പ്രശ്നമാകും എന്ന് കൃഷ്ണന് തോന്നി. കല്യാണി, നീ വിളക്ക് കൊടുത്ത് മോളെ അകത്തേക്ക് കയറ്റ്. ബാക്കി സംസാരം അകത്ത് ചെന്നിട്ടാവാം, ആളുകൾ ശ്രദ്ധിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞതും അഗ്നിയൊന്ന് നോക്കി അവർ കല്യാണിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവൾക്കൊപ്പം അഗ്നിയും. അവരെ തടയാനായി മുന്നോട്ട് പോകാൻ നിന്ന യാദവിനെ എഡ്വിൻ പിടിച്ചു വെച്ചു. ആരതി ഒഴിഞ്ഞ് കയ്യിൽ വിളക്ക് വാങ്ങി അഗ്നിയൊന്ന് നോക്കി. നേത്ര വലതുകാൽ വെച്ച് പടികൾ കയറി. എന്നാൽ പൂജാമുറിയുടെ മുന്നിൽ ചെന്നതും അകത്ത് കയറാതെ അവൾ പുറത്തു നിന്നു. അവൾക്ക് പിന്നാലെ വന്ന അഗ്നി അവളെ നിൽപ്പ് കണ്ട് അടുത്തേക്ക് ചെന്നു. എന്താ ഇവിടെ നിന്നേ? വിളക്ക് അകത്ത് കൊണ്ടുവയ്ക്കേ. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. ശേഷം കൂടെ നിന്നിരുന്ന കാർത്തുവിന് നേരെ അവൾ വിളക്ക് നീട്ടി. അത് കണ്ടതും കാർത്തു പകച്ചു. മോൾ ഈ വിളക്ക് കൊണ്ടുവയ്ക്കൂ. ആ മുറിയിലേക്ക് ഞാൻ കടക്കില്ല. അകത്തിരിക്കുന്നവരുമായി ഞാൻ അത്ര രസത്തിലല്ല. അവളുടെ വാക്കുകൾ കേട്ട് സംശയത്തോടെ നിന്നിരുന്ന കാർത്തു അഗ്നിയുടെ അനുവാദം കണ്ണുകൊണ്ട് ലഭിച്ചതും വിളക്ക് വാങ്ങി പൂജാമുറിയിൽ കൊണ്ടുവച്ചു. ഈ സമയം കൊണ്ട് കാശി ബന്ധുക്കളെയെല്ലാം പറഞ്ഞു വിട്ടിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അറിയാതെ പോകുന്നതിൽ പലർക്കും അമർഷമുണ്ടായിരുന്നെങ്കിലും അഗ്നിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ തിരിച്ചുപോയി. എല്ലാവരും ഹാളിൽ വന്നിരുന്നു. അടികൊണ്ട് അവശനായ യാദവിനെ അവിടെയുള്ള സോഫയിലേക്ക് തള്ളിയിട്ട് എഡ്വിൻ അവനെതിരെയുള്ള സോഫയിലിരുന്നു. അവനടുത്ത് തന്നെ ഗൗരിയും. പലപ്പോഴും കാശി അവളെ നോക്കിയെങ്കിലും ഗൗരി അവനെ പൂർണ്ണമായും അവഗണിച്ചു. അത് കാരണമറിയാത്ത ഒരു നൊമ്പരം അവനിലുണ്ടാക്കി. അഗ്നിയും നേത്രയും വന്നതും കൃഷ്ണൻ സംസാരത്തിന് തുടക്കം കുറിച്ചു. മോളെ നച്ചു, നിനക്ക് യാദവിനെ മുന്നേ പരിചയമുണ്ടോ? എന്തിനാണ് എഡ്വിൻ അവനെ ഇങ്ങനെ തല്ലി അവശനാക്കിയത്? ഇവിടെ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ എന്താണ്? കൃഷ്ണൻ ചോദിച്ചതും നേത്ര നോക്കിയത് സോഫയിൽ തല കുമ്പിട്ടിരിക്കുന്ന യാദവിനെയായിരുന്നു. അവനെ കണ്ടതും അവളിൽ പുച്ഛം നിറഞ്ഞു. ശേഷം അവൾ നോക്കിയത് തനിക്കരികിലിരിക്കുന്ന അഗ്നിയെയായിരുന്നു. കൃഷ്ണൻ ചോദിച്ച അതേ ചോദ്യങ്ങളാണ് അവൻ്റെ മുഖത്തും അവൾ കണ്ടത്. താൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് അഗ്നിയായിരിക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യം തന്നിൽ നിന്നും ചോർന്നു പോകുന്നത് അവൾ തിരിച്ചറിഞ്ഞു. എന്തിന്? അവൻ തകർന്നാൽ, അവൻ വിഷമിച്ചാൽ തനിക്കെന്താണ്? തനിക്ക് ആരുമല്ലാത്തൊരുവൻ. തൻ്റെ പ്രവൃത്തിയിൽ അവന് വിഷമമുണ്ടാകും എന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് എല്ലാത്തിനും ഇറങ്ങിത്തിരിച്ചത്. ഒരു സഹതാപമോ പരിഗണനയോ അവൻ അർഹിക്കുന്നില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവനെ ഇതിലേക്ക് വലിച്ചിഴച്ചത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് തൻ്റെ മനസ്സ് നോവുന്നു? അവൻ കെട്ടിത്തന്ന ഈ മഞ്ഞ ലോഹത്തിന് ഈ കുറഞ്ഞ നിമിഷം കൊണ്ട് താൻ വില കൊടുത്തു തുടങ്ങിയോ? പാടില്ല. പരസ്പര ധാരണയുടെ ഒരു നാടകമാണെന്ന തിരിച്ചറിവോടെയാണ് ഈ കല്യാണത്തിന് നിന്നു കൊടുത്തത്. ഒരു നാടകം എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ഈ താലിയോടോ ഇത് കെട്ടിയ ആളോടോ ഉണ്ടാവാൻ പാടില്ല. മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് അവൾ അഗ്നിയിൽ നിന്നും കണ്ണു മാറ്റി മുന്നോട്ട് നോക്കിയതും തൻ്റെ പതർച്ചയുടെ കാര്യം മനസ്സിലാക്കിയെന്ന പോലെ ദേഷ്യത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയെയാണ് കണ്ടത്. അവൾ കണ്ണടച്ച് ദീർഘനിശ്വാസം എടുത്തു. ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് യാദവിനടുത്തേക്ക് നടന്നു. തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നവളെ മുഖം ഉയർത്തി നോക്കുവാൻ യാദവ് ഭയപ്പെട്ടു. അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഉണ്ടാകാൻ പോകുന്ന അനാമികയുടെയും അഗ്നിയുടെയും പ്രതികരണവും അതിനേക്കാളെല്ലാം അധികം നേത്രയുടെ അങ്ങോട്ടുള്ള വരവിൻ്റെ ലക്ഷ്യം അത് തനിക്ക് ഒരിക്കലും നല്ലതിനാവില്ല എന്ന തിരിച്ചറിവും അവനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. നിമിഷ നേരം കൊണ്ട് അവൻ വിയർത്തു കുളിച്ചു. കൃഷ്ണജി ചോദിച്ചത് കേട്ടില്ലേ യാദവ്? നമ്മൾ തമ്മിൽ മുൻ പരിചയമുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. നമ്മൾ തമ്മിലുള്ള ബന്ധം നീ പറഞ്ഞു കൊടുക്കുന്നോ അതോ ഞാൻ പറഞ്ഞു കൊടുക്കണോ? നേത്ര ചോദിച്ചതും യാദവ് പരിഭ്രമത്തോടെ തൻ്റെ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടതും നേത്ര പൊട്ടിച്ചിരിച്ചു. എന്നാൽ അവളുടെ സംസാരം എന്തുകൊണ്ടോ അഗ്നിയിൽ അസ്വസ്ഥത നിറച്ചു.
സ്റ്റോപ്പ് ഇറ്റ്. അഗ്നിയുടെ അലർച്ച കേട്ടതും നേത്ര ചിരി നിർത്തി അഗ്നിയെ നോക്കി. കുറേ നേരമായി ക്ഷമിക്കുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാവാം ഈ ചിരി. ഓക്കെ ഞാൻ പറയാം, ദേഷ്യപ്പെടാതെ. ഞങ്ങൾ തമ്മിൽ കുറച്ച് വർഷങ്ങൾ മുന്നേ പരിചയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യാദവ് ഡിഗ്രി അവസാന വർഷം പഠിക്കുന്ന സമയം പുതിയ 1-ാം വർഷ വിദ്യാർത്ഥികൾ ആ കോളേജിലേക്ക് വന്ന ദിവസം. അന്നാണ് യാദവ് വർമ്മ നേത്ര വിഘ്നേശ്വർ എന്ന എന്നെ കാണുന്നത്. ഒരു പാവം പൂജാരിയായ ബ്രാഹ്മണൻ്റെ മകൾ. വീട്ടിലെ പട്ടിണിയിലും വാശിയോടെ പഠിച്ച് മെറിറ്റിൽ സീറ്റ് കിട്ടി അവൾ ചെന്നുപെട്ടത് പണക്കാരുടെ കുത്തകയായ കോളേജിലായിരുന്നു. തൻ്റെ കുറവുകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു. അവിടെ നടക്കുന്ന പണം വാരിയെറിഞ്ഞുള്ള ആഘോഷങ്ങളോ ആർഭാടങ്ങളോ അവളെ ഭ്രമിപ്പിച്ചില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ അവളോട് കൂട്ടുകൂടാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ വന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പഠനത്തിൽ ഡാൻസ് മികവ് കാണിച്ച ആ പെൺകുട്ടിയെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. കൂട്ടുകൂടാൻ ഒരുപാട് പേർ വന്നു. പ്രണയം പറഞ്ഞും കുറച്ച് പേർ വന്നു. എന്നാൽ സ്വന്തം യോഗ്യത അറിയാവുന്നതിനാൽ അവൾ എല്ലാവരെയും അകറ്റി നിർത്തി. എന്നാൽ അതിലൊരുവൻ അവന് അവളോടുള്ള പ്രണയം നിരസിച്ചിട്ടും അവളോടുള്ള പ്രണയം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞു നടന്നു. അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൻ ചെവികൊണ്ടില്ല. പ്രായത്തിൻ്റെ പക്വത കുറവ്, അവൻ്റെ പ്രണയം ആത്മാർത്ഥമാണെന്ന് തോന്നിയതും അവളും അവനെ തിരികെ പ്രണയിച്ചു തുടങ്ങി. സ്വന്തം യോഗ്യതയും കുറവുകളും അവൾ മറന്നുപോയി. തൻ്റെ മനസ്സിലുള്ള പ്രണയം അവനോട് തുറന്നു പറയുവാനായി അവൾ തിരഞ്ഞെടുത്തത് അവൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുമായി തൻ്റെ പ്രണയ സാഫല്യം സ്വപ്നം കണ്ട് അന്ന് അവനെ കാണുവാനായി ചെന്ന അവൾ കണ്ടത്. പറഞ്ഞു നിർത്തി നേത്ര യാദവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അഗ്നി കണ്ട യാദവ് നിന്നു വിയർത്തു. അവൻ്റെ ദേഹത്ത് തളർച്ച ബാധിക്കുന്ന പോലെ അവന് തോന്നി. ബാക്കി കാര്യങ്ങൾ അവൾ പറഞ്ഞാലുള്ള തൻ്റെ അവസ്ഥ ഓർക്കും തോറും അവന് അവിടെ നിന്നും ഓടിപ്പോകുവാൻ തോന്നി. എല്ലാവരുടെയും മുഖത്തും പിന്നെ എന്തുണ്ടായി എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. എന്നാൽ അഗ്നിയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. യാദവ് സ്നേഹിച്ചിരുന്ന, അവനെ തിരിച്ച് പ്രണയിച്ചിരുന്ന ഒരുവളെയാണ് താൻ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു നാടകത്തിൽ കൊണ്ടിട്ടത്. യാദവിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ നല്ലതൊന്നും ആയിരിക്കില്ല നടന്നിരിക്കുക എന്ന് അവന് ഉറപ്പായിരുന്നു. എന്തായിരിക്കും അവർ പിരിയാൻ കാരണം? ഇനി അവളെ ആത്മാർത്ഥമായി അവൻ പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ മറന്ന് അനാമികയ്ക്കൊപ്പം. ഇല്ല, ഒരിക്കലും അവൻ അവളെ പ്രണയിച്ചിട്ടില്ല. അപ്പോൾ അവളെ ചതിക്കുകയായിരുന്നോ? ആലോചിക്കും തോറും അഗ്നിയെ വന്നു മൂടി. എന്താ നീ എന്ന് കണ്ടതെന്ന് വെച്ചു? കാശി ചോദിച്ചതും യാദവിൽ നിന്നും അവൾ കണ്ണുകൾ മാറ്റി തുടർന്നു. അത് അന്ന് ഞാൻ കേട്ടത് ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടിയുള്ള സംഭാഷണമായിരുന്നു. അവരോട് എന്നെ വളയ്ക്കും എന്ന് ബെറ്റ് വെച്ചതിന് പ്രകാരമാണ് എൻ്റെ പിന്നാലെ നടന്നത് എന്ന്. അവൻ്റെ പ്രണയം വെറും അഭിനയമായിരുന്നു എന്ന് തകർന്നു പോയി ഞാൻ. എന്നെ കണ്ടിട്ടും അവൻ്റെ മുഖത്ത് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് കാല് പിടിച്ച എന്നെ അവൻ കാലുകൊണ്ട് തട്ടിമാറ്റി. എന്നെപ്പോലെ ദരിദ്രവാസിയായ ഒരുവളെ പ്രണയിക്കാൻ മാത്രം ഭ്രാന്ത് അവനില്ലെന്ന് പറഞ്ഞു. ഒരുപാട് അപമാനിച്ചു. പിന്നീട് പലപ്പോഴും അവനോടൊന്ന് സംസാരിക്കുവാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അവൻ എന്നെ പൂർണ്ണമായി അവഗണിച്ചു. ഭ്രാന്തിൻ്റെ വക്കിലെത്തിയ എന്നെ എൻ്റെ അപ്പ ആ കോളേജിൽ നിന്നും മാറ്റി. കുറേ കാലമെടുത്തു പറയ പോലെ ആവാൻ. പിന്നീട് ഞാൻ ഇവരെ മറന്നു. ഇവിടെ സാറിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഇവൻ അഗ്നി സാറിൻ്റെ അനിയനാണെന്ന് അറിഞ്ഞത്. ഇവൻ്റെ കല്യാണം കഴിഞ്ഞു നടന്നു. സങ്കടമൊന്നും തോന്നിയില്ല. പ്രണയം അഭിനയിച്ച് ചതിച്ചവനോട് എന്തു തോന്നാൻ? എന്നാൽ പണത്തിൻ്റെ പേരിൽ എന്നെ തടഞ്ഞവൻ ഇന്ന് അവൻ്റെ ചേട്ടൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണപ്പോൾ ഇവനത് കൺകുളിർക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു.